സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുന്നമംഗലം സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ബാധിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ചികിത്സയിലുള്ള നിപ ബാധിതന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. പ്രതിരോധം പാളിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിനും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കടകൾ, ശീതളപാനീയങ്ങൾ നൽകുന്ന ചില കടകളിൽ ശുദ്ധമല്ലാത്ത വെള്ളം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ആ ഷോപ്പ് പൂട്ടിയത്. ഇങ്ങനെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA-മാരുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഷിഗല്ലയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 135 സ്ഥിരീകരിച്ച കേസുകളിൽ 68 എണ്ണം കോഴിക്കോടാണ്. വയനാട്ടിൽ 16, തിരുവനന്തപുരത്ത് 14, മലപ്പുറം 13, കൊല്ലം 6, ആലപ്പുഴ 6, തൃശൂർ 4, ഇടുക്കി 3, എറണാകുളം 2, കണ്ണൂർ 2, കോട്ടയം 1. ഇതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ. കോഴിക്കോട് 68. മരണം 3 മരണം ഉണ്ടായിട്ടുള്ളത് 2 കോഴിക്കോടാണ്. ഇപ്പോൾ 4 കുട്ടികൾ ഇവിടെ ICUവിലുണ്ട്. 2 കുട്ടികളുടെ സ്ഥിതി കുറച്ച് മോശമാണ്. എന്നാലും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ചാനലിൽ വരും. ഒന്ന്, മരുന്നുകൾ, നിപ രോഗത്തിന്റെ മരുന്നുകൾ ലഭ്യമല്ല എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇവിടെ അഡ്മിറ്റായ അന്ന് തന്നെ റിബാവറിൻ മരുന്ന് കൊടുത്തു തുടങ്ങി. അന്ന് തന്നെ 12-ാം തീയതി മുതലാണ് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് കൊടുത്തു. റെംഡെസിവിർ മരുന്ന് ഇന്ത്യയിലൊരിടത്തും ഉണ്ടായിരുന്നില്ല. ആദ്യം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിൽ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ല. അത് മാഡം ഒന്നുകൂടെ അന്വേഷിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2021 ശേഷം ഈ മരുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാണ് കിട്ടിയ പ്രാഥമിക വിവരം. പ്രാഥമിക വിവരമാണ്. മാഡം അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളത് ആരോഗ്യമന്ത്രി സ്ഥലത്ത് നിന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയില്ല എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് 2018 അന്ന് ഈ രോഗം ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ആരോഗ്യമന്ത്രി. വേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചു, മരുന്ന് കൃത്യസമയത്ത് നൽകാൻ സാധിച്ചു എന്നതടക്കമാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.